നമസ്കാരം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു അത്. ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിനുള്ള ബിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിക്കുകയും ഇപ്പോൾ ആ ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിൽ ഇരിക്കുകയുമാണ്. എന്നാൽ രാജ്യത്തെ ജനങ്ങളുടെ പ്രതികരണം ഇത് സംബന്ധിച്ച് എന്താണ്? ഇതറിയാൻ ന്യൂസ് 18 നെറ്റ്വർക്ക് വിപുലമായ ഒരു സർവേ നടത്തി. ആ അഭിപ്രായ സർവേയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ പിന്തുണയ്ക്കുകയാണ് 80% ആളുകൾ. എന്നാൽ ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പിന് ഉത്തരേന്ത്യയിൽ ലഭിക്കുന്ന പിന്തുണ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നില്ല എന്നാണ് സർവേയിൽ വ്യക്തമാകുന്നത്. രാജ്യവ്യാപകമായാണ് ന്യൂസ് 18 നെറ്റ്വർക്ക് അഭിപ്രായ സർവേ നടത്തിയത്. രാജ്യത്തെ 29 സംസ്ഥാനങ്ങളിൽ നിന്നായി 4573 പേരിൽ നിന്നാണ് അഭിപ്രായം തേടിയത്. തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണോ എന്ന ചോദ്യത്തിന് 80.1% പേർ വേണം എന്നായിരുന്നു അഭിപ്രായം രേഖപ്പെടുത്തിയത്. 16% ആളുകൾ ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പിനെ എതിർത്തു. 3.9% പേർ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചത്. ഹിന്ദി ഹൃദയഭൂമിയിലെ ജനങ്ങൾ ആണ് ഒരുമിച്ചുള്ള വോട്ടെടുപ്പിന് കൂടുതൽ പിന്തുണ നൽകുന്നത്. ഈ മേഖലയിൽ 90% പേരും ഒരുമിച്ച് വോട്ടെടുപ്പ് നടത്തണം എന്ന് അഭിപ്രായം ഉള്ളവരാണ്. എന്നാൽ കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ താരതമ്യേന പിന്തുണ കുറവാണ്. 69.7% ആളുകൾ ആണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിച്ചത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലേതുപോലെയുള്ള പിന്തുണ പ്രകടമല്ല. 73.9% പേരാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനോട് യോജിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ പുതിയ നീക്കം സഹായിക്കുമെന്ന് സർവേയിൽ പങ്കെടുത്ത 81.2% പേർ പറയുന്നു. 13.1% ആളുകൾക്ക് എന്നാൽ ചെലവ് ചുരുങ്ങും എന്ന പ്രതീക്ഷയില്ല. ദക്ഷിണേന്ത്യയിലെ 21% ആളുകളും തെരഞ്ഞെടുപ്പ് ചെലവ് കുറയില്ല എന്നാണ് അഭിപ്രായപ്പെട്ടത്. ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാണോ? സ്കൂളുകളും കോളേജുകളും അടക്കം പല സമയങ്ങളിൽ അടച്ചിടുന്നത് ഒഴിവാക്കാനാകില്ലേ? 80%-ലധികം ആളുകൾ, അതായത് 80.8% ആളുകളാണ് ഈ ചോദ്യങ്ങളോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. 13.2% ആളുകൾക്ക് യോജിപ്പില്ല. ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും സംബന്ധിച്ച് വോട്ടർമാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുമോ? ആശയക്കുഴപ്പം ഉണ്ടായേക്കാം എന്ന് 39.1% ആളുകൾ പറയുമ്പോൾ ആശയക്കുഴപ്പത്തിന് സാധ്യതയില്ല എന്നാണ് 49.4% പേരും ഉറപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് എന്നാൽ ഇതിലും വ്യത്യസ്തമായ നിലപാടാണ് ഉള്ളത്. ആശയക്കുഴപ്പം സൃഷ്ടിക്കും എന്നാണ് കൂടുതൽ ആളുകളും അഭിപ്രായപ്പെട്ടത്. 46% ആളുകൾ പറയുന്നു ആശയക്കുഴപ്പം സൃഷ്ടിക്കും. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾക്കും ഇത് തന്നെയാണ് അഭിപ്രായം. ഒരുമിച്ച് വോട്ടെടുപ്പ് നടന്നാൽ പോളിംഗ് ശതമാനം ഉയരും എന്ന് അഭിപ്രായമുള്ളവർ 72% ആണ്. ദക്ഷിണേന്ത്യയിൽ ഉള്ളവർക്ക് എന്നാൽ ആ പ്രതീക്ഷയും കുറവാണ്. 64.2% ആളുകൾ വോട്ടിംഗ് ശതമാനം കൂടിയേക്കാം എന്ന് അഭിപ്രായപ്പെടുന്നു. ദേശീയ പ്രാദേശിക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിനും സുസ്ഥിര ഭരണത്തിനും ഏത് രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് നല്ലത്? 71.6% ആളുകളും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെയാണ് പിന്തുണയ്ക്കുന്നത്. 17.7% പേർ എതിർക്കുന്നുമുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ 80%-ൽ-അധികം പേർ പിന്തുണയ്ക്കുന്നുവെങ്കിലും ആ രീതി ഇന്ത്യൻ ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് ഇത്രയും പിന്തുണ ലഭിക്കുന്നില്ല. 69.9% ആളുകൾ ആണ് ജനാധിപത്യം ശക്തിപ്പെടും എന്ന് അഭിപ്രായപ്പെട്ടത്. 13.4% ആളുകൾ ശക്തിപ്പെടില്ല എന്ന് അഭിപ്രായം ഉള്ളവരാണ്. സർവേയിൽ പങ്കെടുത്തവരിൽ 16.7% ആളുകൾക്ക് ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാനുമായില്ല. അഭിപ്രായ സർവേകൾ ഇപ്രകാരം ആണ് എങ്കിലും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ നിയമമായി മാറണമെങ്കിൽ കടമ്പകൾ ഏറെ കടക്കേണ്ടതുണ്ട്.